അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സൺഡേ വ്ളോഗാണ് കേട്ടോ. കുറേ നാളായിട്ട് നമ്മളൊരു ഞായറാഴ്ചത്തെ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് ഇപ്പം എപ്പോഴും ഷോർട്സ് ആണ് എടുക്കാറ്. ഷോർട്സ് എടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഡെയിലി ഷോർട്സ് എടുക്കണില്ല കേട്ടോ. അങ്ങനെ കുറച്ച് പ്രത്യേകതയൊക്കെ വന്നിട്ടുണ്ട്. മറ്റേത് ഡെയിലി ഷോർട്സ് എടുത്തിടുന്നല്ലോ. അപ്പം ഇപ്പം ഞാൻ എന്താ പറയുക, ഇന്ന് ഷോർട്സ് കുറച്ചെടുത്താൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുക. 2 ദിവസത്തെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാറില്ല. ഇപ്പോൾ നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ആഴ്ചയിൽ 3 ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. വേറെ ഒന്നല്ല, മടിയായിട്ടാട്ടാ. പക്ഷെ ഇന്ന് സെറ്റാക്കും. ഇന്ന് ഞാൻ ഞായറാഴ്ചത്തെ ഒരു വ്ളോഗ് കുറേ നാളെ ആരോ കമൻറ്റ് ഇട്ടു, ചേച്ചി ഇന്ന് സൺഡേ വ്ളോഗ് എടുക്കാടാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എടുക്കണില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 7:30 7:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഫോണിൽ ചാർജ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻട്രോ എടുത്ത് വെക്കാം. അതിന് മുന്നേ ഇൻട്രോ എടുത്ത് വെച്ചിട്ട് ചാർജ് ചെയ്യാനൊക്കെ വെച്ചിട്ട് അടിച്ചൊരു തുടച്ച് കുളിച്ച് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻട്രോ എടുത്ത് വെക്കാച്ചിട്ടാണ്. അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം പേർക്ക് ഇപ്പോൾ നമ്മളെ ഭയങ്കര കാര്യമാണ്. അത് ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവരുണ്ടെങ്കിലും നമ്മൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ FBയിലും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ പലർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ അറിയില്ല. അപ്പോൾ ഒരു ഐഡിയ ഇല്ല. FBയിൽ കാണുന്നവർക്ക് ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിൽക്കുക കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോസ് FBയിൽ ഇടുന്നത്, അതുകൊണ്ട് അവർക്കൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പോൾ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്താൽ ചെറിയൊരു ഐഡിയ കിട്ടും ഞങ്ങളെ കുറിച്ചിട്ട്. അപ്പം ഇപ്പോൾ FBയിൽ ഇടണോണ്ടാട്ടാ പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ FBയിലും സെയിം വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3-4 മാസമായിട്ട് കേട്ടോ. സെറ്റായിട്ട് FB കുഴപ്പമില്ലായിട്ട് സെറ്റായി വരുന്നുണ്ട്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ ക്ലിക്ക് ആവാത്തവരുണ്ടെങ്കിൽ FBയും കൂടി ഒന്ന് നോക്കി നോക്കും കേട്ടോ. FBയിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഏർണിങ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ പരാവശ്യമായ വീഡിയോസ് ഒന്നും അവിടെ ഇടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയുന്നതൊക്കെ മെസ്സേജ് അയച്ചു, ചേച്ചി FB എങ്ങനെ ഉണ്ട് ചോദിച്ചപ്പോൾ ഇട്ടിട്ട് നമുക്ക് പയ്യെ ഒറ്റയടിക്ക് കയറാൻ പറ്റില്ല. പയ്യെ കയറിക്കോളും. അപ്പോൾ FBയും കൂടി ഒന്ന് നോക്കി നോക്കും കേട്ടോ. യൂട്യൂബ് സെറ്റ് ആകാത്തവരുണ്ടെങ്കിൽ ഒപ്പം യൂട്യൂബ് കൊണ്ടൊക്കെ എപ്പോഴാണ് സെറ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. പക്ഷെ ഞാൻ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. ബിൻഷാടിനും തേച്ചൊക്കെ നല്ല ഉറക്കമാണ്. അങ്ങനെ അപ്പം എന്തായാലും അപ്പം ഇന്ന് ഞാൻ നമ്മുടെ മുറ്റത്ത് എന്തായി പണിയെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏതുവരെ എത്തിയിട്ടുണ്ട് എന്ന്. അപ്പം എല്ലാം കൂടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പം എന്തായാലും വേഗം ഞാൻ അടിച്ചോരി തുടക്കട്ടെ. കുളി കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ വേഗം അടുക്കളയിൽ കയറിയിട്ട് ദോശയായിട്ടാണ് വെക്കണത്. ദോശമാവാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. ദോശ വെക്കട്ടെ കേട്ടാ. മിൻഷാടിനും തേജ് എനിട്ടിട്ടില്ല. അവർ വന്നാലും ഒരു വൈബ് ആവുള്ളൂ. എൻ്റെ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ കിളികൾ വന്നിരിക്കണ്. എന്നാലിട്ട് എൻ്റെ മുകളിലൊക്കെ കാഷ്ടിച്ച് വെച്ച് പോയി 2ാമത് പണി ഉണ്ടാക്കിയിരുന്നു. അപ്പം പണി തുടങ്ങട്ടെ. തേജുവിന് എപ്പോഴും ദോശ ഉണ്ടെങ്കിൽ ചമ്മന്തിയെ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കണുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കായിട്ട് ഞങ്ങൾ വേറെ കറികൾ ഉണ്ടാക്കണം. അപ്പം 3 പേരായതുകൊണ്ട് തന്നെ ഒക്കെ വേസ്റ്റ് ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ ചമ്മന്തിനെ ആക്കി. പിന്നെ എല്ലാവർക്കും ചമ്മന്തി ഇഷ്ടമാണ്. പിന്നെ ചട്നി ആക്കി കഴിഞ്ഞാലും അതെ, ഒക്കെ ഇങ്ങനെ കുറച്ചേശ്ശെ ഉണ്ടാക്കാൻ സത്യം പറഞ്ഞിക്കറിയില്ല. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഒരു 5-6 പേർക്കുള്ളതായി പോവാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ കുറേ ഉണ്ടാക്കിയിട്ട് കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ചമ്മന്തി മാത്രം ശകരം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ചമ്മന്തി ഉണ്ടാക്കാറുള്ളൂ. അപ്പം ഇന്ന് വെളിച്ചെണ്ണ കുറവായി കാരണം എടുത്ത് അങ്ങനെ സബോളയും ഒരു സബോളയും ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടോ. സബോളയും ഉണക്കമുളകും, ഒരു 4-5 ഉണക്കമുളകും, പിന്നെ തക്കാളി 2-3 തക്കാളി, 2 തക്കാളി തോന്നുന്നു അങ്ങാണ്ട് എടുത്തിട്ടുണ്ട്. ഒരു സബോള വെച്ചാൽ 2 തക്കാളി എടുക്കും, 2 സബോള വെച്ചാൽ 4 തക്കാളി എടുക്കും, 4 സബോള വെച്ചാൽ 8 തക്കാളി എടുക്കും. അങ്ങനെയാണ് കേട്ടോ കണക്ക്. വിൻഷാന്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ ഞങ്ങളൊരു 3 സബോളയും 6-7 തക്കാളിയൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. കാരണം കുറേ പേരില്ല, അപ്പം എല്ലാവർക്കും വേണമല്ലോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ കുറച്ചായതുകൊണ്ട് ഇത്രയായിട്ട് എടുത്തിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ നമ്മുടെ തേജുവിനെ വിളിക്കാൻ പോയി കേട്ടോ. ഒന്ന് ക്ലാസ് ഇല്ല, പക്ഷെ സമയം 10 മണി 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 2 പേരേനെ ഇതേ പിടിച്ചെനിപ്പിച്ച് കൊണ്ടുവരാട്ടോ. ഇനി സൈക്കോ അങ്ങോട്ട് വാ. ജെട്ടിവാലൻ എണ്ണ അവിടെയാ, അവിടെ വാ. അവിടുത്തെ എണ്ണ കഴിഞ്ഞു. ഇനി മേത്ത് മൊത്തം നല്ല രീതിക്ക് ഞാൻ എണ്ണ പരട്ടി കൊടുക്കും കേട്ടോ. തലയിലായാലും മേത്തായാലും ഞാൻ നന്നായി എണ്ണ പരട്ടിയിട്ട് ഡെയിലി അവനെ കുളിപ്പിക്കാറുള്ളൂ. ഒന്നാമത് ഇപ്പം കാറ്റുകാലം കൂടി അല്ലേ, അത് മസ്റ്റാണേ. Swabi Ayappa
മണ്ഡലമാസം തുടങ്ങിയോണ്ട് തന്നെ ഇപ്പൊ ഡെയിലി വിൻഷേട്ടൻ മലയ്ക്ക് പോണ സമയത്ത് ശരണം വിളിച്ച് കേട്ടിട്ട് ഇപ്പൊ ഇവിടെ തൊഴാൻ നിന്ന് എപ്പോഴും ഇത് ഈ ശരണം വിളി കേട്ട പണി. മറ്റേ ശ്രീ ഭൂതനാഥ് സദാനന്ദ ശ്ലോകല്ലേ അതാട്ട ചെല്ലാറ്. ഇതിപ്പോ ഇത് മാത്രം ഇതാക്കിണ്ട്. പിന്നെ അത് ഭസ്മൊക്കെ തൊട്ട് വരുന്നുണ്ട്. ഞാൻ കുറി തൊടാനാ പറഞ്ഞുള്ളൂ, ആള് ഭസ്മൊക്കെ ആയിട്ടാ തൊട്ടേക്കണ്. എന്തിരയില് അടച്ചോ. എന്ത് കോമാളിത്തരും എങ്ങനെ വേണമെങ്കിലും കാട്ടാൻ നമ്മുടെ തേജുവിനെ കഴിഞ്ഞിട്ട് ആളുള്ളൂ കേട്ടാ. മുറ്റം കാണിച്ചു തരാം. ഓ എന്റെ ചെരുപ്പ് അവിടെ, എന്റെ ചെരുപ്പ് ഇട്ടിട്ടാവും ഇപ്പൊ നടക്കണ്ടാവും കേട്ടോ. വിനീഷ് ബായ്. അരേ ബായ്. എനിക്ക് ചെരുപ്പ് എടുത്തരാം അടക്ക്. നമുക്ക് അവിടെയും പൈപ്പ് കണക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ആ വെള്ളം പതിർക്കല്ലേ നല്ലത്. അവിടെ പോയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ ഏട്ടാ, നോക്കാം. ആ വരണ്ടേ വെള്ളം വരുന്നുണ്ട് ഗൈസ്. ഇവിടെ കഴുകാൻ നനയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചേശ്യ വരുന്നേട്ടാ. ആ അപ്പൊ ഓക്കെ, കുറച്ചേശ്യ വരുന്നുള്ളൂ. അയ്യോ ഇപ്പൊ വന്നു. എന്താ വരാത്തത് ബാടി? നമ്മളിതേ അത് വരെ ആട്ടോട്ടിരിക്കണത്. ഷൂ കൂടിപ്പോയി. ഇതത്ര ഈ നമ്മുടെ ഈ എന്താ പറയാ ഡൈനിങ് ഇല്ലേ, ഡൈനിങ്ങിൻ്റെ അവിടുത്തെ വിൻഡോൻ്റെ അത് വരെ ഇട്ടിരിക്കണം. ബാക്കി ഇടയ്ക്കൊക്കെ ഫുള്ള് മെറ്റലിട്ടു. വാ. ആ ശരിയാ. പിന്നെ ആരോ ചോദിച്ചു നിങ്ങൾക്ക് എന്തോരം കുറേ മിറ്റുണ്ടല്ലോ, കുറേ ചെടികൾ വെച്ചുകൂടെയെന്ന്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കാണും, ഇങ്ങനെ ഇത്ര മിറ്റുണ്ട് ശരിയാണ്. പക്ഷെ ഇവിടെയാണ് നമ്മൾ എന്താ പറയുക പാർക്കിങ്ങിൻ്റെ അല്ലേ വണ്ടികളൊക്കെ ഇടാൻ പോർച്ച് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പോർച്ച് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കാറോ എന്തെങ്കിലും ഒരു വലിയ വണ്ടി കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ ഇത്രയും സ്പേസ് നമ്മുടെ കഴിഞ്ഞു. പിന്നെ നമുക്കുള്ള മുറ്റം എന്ന് പറയണത് ഇത് തന്നെയുള്ളൂ, ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് കണക്കാക്കിയിട്ടാണ് നമ്മൾ കുറച്ച് ഒരു നോർമൽ സിമ്പിളായിട്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാൻ പ്ലാൻ കേട്ടോ. കുഞ്ഞ് സ്പോട്ടാണ് അവിടെ ഉള്ളതിൽ കേട്ടോ. പിന്നെ ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ എത്ര ഇട്ടിട്ടുണ്ട്, ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ അത് അത്രയും വരെ ഇട്ടിട്ടുണ്ട്, ഇവിടെ വരെ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് ഇവിടെയാണ് കണ്ടോ. ഇവിടെ ഒരു കാർ പോർച്ച് പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മിറ്റ് അവിടെ ഫുള്ളായി. പിന്നെ നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഉള്ള 1 സെക്കൻഡ് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഉള്ള ഈ ഒരു വ്യൂ ആ നേരെ അങ്ങോട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് മുറ്റം തോന്നണത് എന്താണെന്ന് വെച്ചാലേ അതെ ആ ഫ്രണ്ടിൽ ആ ഒരു വഴി, അത് കാരണമാണ് നിങ്ങൾക്ക് കുറേ മുറ്റം പോലെ തോന്നുന്നുണ്ടായിരിക്കുക. അങ്ങനെ കേട്ടോ, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത്. എവിടെ അപ്പം ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവാണ്. ദോശ ഉണ്ടാക്കട്ടെ? കുളിച്ചിട്ടല്ലേ കഴിക്കണേ? വൈകുവോ? ഉണ്ടാക്കട്ടെ? വിൻഷേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോഴേ മറ്റേ പൂരത്തിന് ആൾക്കാരെ വേഷം കെട്ടിച്ച് നിർത്തില്ലേ, കാല് കുറെ നീളമുള്ള ആൾക്കാര്. നോക്കിയേ, ഇങ്ങോട്ടോക്കിയൊന്ന്, ഇങ്ങോട്ടോക്ക് നോക്ക്. അതേപോലെ ഉണ്ട് ശരിക്കും പിന്നെന്ന് നോക്കുമ്പോ. എന്തത്ര കലിപ്പ്, എന്തത്ര ജാടാ, അഹങ്കാരമാണോ? ഞാന് ഇതുണ്ടാക്കാൻ പോട്ടെട്ടാ, നമ്മുടെ ദോശയും ചമ്മന്തി ആയിട്ടുണ്ട്. ദോശ വേഗം ചൂടിറക്കാനാക്കട്ടെ. തേജു ഗ്യാപ്പിൽ അച്ഛൻ്റെ ഫോൺ എടുത്താട്ടെ, അതായത് വിൻഷേട്ടൻ്റെ ഫോൺ എടുത്തതാണ്. വിൻഷേട്ടൻ ആരാ മോൻ, ഫോൺ എടുത്താൽ കിട്ടാണ്ടിരിക്കാൻ നെറ്റ് ഓഫാക്കി എല്ലാം കട്ടാക്കി വെച്ചിട്ടാട്ടെ പോണം. അതാണ് കുട്ടീനെ തോണ്ടി ഇത് കിട്ടണില്ലല്ലോ എന്ന് പറയുന്നത്. ചിക്കൻ വന്നിട്ടുണ്ട് കേട്ടോ, ചിക്കൻ കൊണ്ട് വെക്കട്ടെ. ഇതാരെ പാഴ ഇരുന്ന് കഴിക്കുന്ന ആള് സോണ്ടാപ്പി.
തേജു അല്ലേ? തേജുവിനുള്ള ദോശ ആവുന്നുണ്ട് കേട്ടോ, നെയ്യ് പരത്തിയിട്ട് തന്നെ. പിന്നെ കുറെ പേര് വെച്ച് തേജുവിൻ്റെ ഈ പ്ലേറ്റ് പ്ലാസ്റ്റിക് ആണോ? അത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, അത് നോക്ക് കണ്ടോ, ഇത് പൊട്ടുന്ന പ്ലേറ്റാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മൾ നല്ല പ്ലേറ്റ് വാങ്ങില്ലേ, ഈ മെറ്റീരിയൽ എന്താ പറയാന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാൻ. പ്ലാസ്റ്റിക് അല്ല ഈ ഒരു സാധനം, കാരണം നമുക്ക് തേജുവിന് ഇങ്ങനത്തെ പ്ലേറ്റ് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയതൊക്കെ പ്ലാസ്റ്റിക് ആയിരുന്നു, അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് നമുക്കിത് നമ്മൾ ഉദ്ദേശിച്ച ആ സാധനം കിട്ടിയത്. ഇതെന്ത് മെറ്റീരിയലാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റേ പൊട്ടില്ലേ നിലത്തിട്ട ആ ടൈപ്പ് പ്ലേറ്റാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല. കണ്ടോ, എനിക്കറിയില്ല ഇതിൻ്റെ മെറ്റീരിയൽ കേട്ടോ. നല്ല പ്ലേറ്റ് ആണ് എന്തായാലും. തേജിന് ഒരു ദോശയായിട്ടുണ്ട്, 2 ദോശ കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. ചമ്മന്തി ചെറുതായി ഇത് ചെറുതായി ഒന്ന് കരിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവനിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ നല്ല മുരിഞ്ഞു, നല്ല ഇഷ്ടമാണെന്നാ പറയുക. ഇത് അടുത്ത ദോശ. തേജുവിനുള്ള ദോശയും ചമ്മന്തി ഇത് അവൻ്റെ പ്ലേറ്റിലിട്ട് കൊണ്ടുകൊടുത്തത് കണ്ട കുട്ടി ഹാപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ചമ്മന്തി കണ്ട അവരിങ്ങനെ പതുക്കെ ഇരുന്നത് ആ സാധനം കഴിച്ചോളൂ. ഇനി ഇത് എനിക്കുള്ളത്, എല്ലാവരും മുരിയൻ ദോശ ഫാൻസാണ്. സോ നമ്മൾ ദോശ ചൂടോടുക്കനെ എപ്പോഴും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. പിന്നെ വേഗം തന്നെ ഞങ്ങൾക്ക് 2 കൂട്ടർക്കുള്ള ദോശ വേഗം ആക്കുന്നുണ്ട്. തേജുവിന് ഇപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ വിൻഷേട്ടൻ കുളിച്ചിട്ട് വേഗം വരൂട്ടാ. ഞാൻ നേരെ ചായ കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ നന്നാക്കാട്ടോ ചെയ്തത്. ചിക്കൻ കറി വെക്കാനുള്ളത് കുറേ വലിയ പീസായിരുന്നു, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തു. പിന്നെ ചായ കുടിച്ചിട്ടുള്ള പാത്രങ്ങളാട്ടോ വിൻഷേട്ടൻ കഴുകണത്. കുറേ ഒന്നും ഇല്ല കേട്ടോ, കുറച്ച് പാത്രങ്ങളും പിന്നെ ഞാൻ പരത്തിയ കുറച്ച് പാത്രങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി ഇത് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചിക്കനിൽ ഞാൻ പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വറക്കാനുള്ളതല്ല, കറിക്കുള്ളതാണ്. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എത്രയാണോ ടോട്ടൽ എടുക്കുക ഉദ്ദേശിച്ച് വെച്ചാൽ അതിൻ്റെ പകുതി എല്ലാം ഇതിലിടും കേട്ടോ. അപ്പം മുളക് പൊടി ഞാൻ 2-3 സ്പൂണോളം ഇടാറുണ്ട്. അപ്പം ഇതിൽ ഒരു 1-1.5 സ്പൂൺ മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി എല്ലാം പകുതി കണക്കിൽ പരട്ടി വെക്കും. ഒരു അരമണിക്കൂർ കേട്ടോ പരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ സബോള, പച്ചമുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. സബോള ഒരു 1.5 വലിയതായിരുന്നു, അപ്പോൾ ഒരു 1.5 എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ കുത്തി ചതച്ച് വെച്ചിട്ടുള്ളത്. ഇനി തക്കാളി ഉണ്ടല്ലോ, തക്കാളി 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ ചെയ്യുക. മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കും. ചിക്കൻ കുറച്ചും കൂടി ഉണ്ട്, ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു, നാളെ തേജുവിന് വറുത്ത് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട്. ഇത് നുറുക്കില്ല, ഇത് മിക്സിയിൽ അടിച്ച് വയ്ക്കുക കേട്ടോ ചെയ്യാം. അപ്പോൾ ഞാൻ പാത്രം എടുക്കട്ടെ കേട്ടോ. പിന്നെ ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കര നിർബന്ധമായിട്ടോ, നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മുടെ സ്റ്റവ് എപ്പോഴും തുടച്ച് ക്ലീൻ ആക്കിയാലേ എനിക്ക് കുക്ക് ചെയ്യാൻ ഒരു മൂഡ് ഉണ്ടാവുള്ളൂ. അതൊക്കെ തുടച്ച് ഒന്നും കൂടി വൃത്തിയാക്കിയതിന് ശേഷമായിട്ട് ഞാൻ ചിക്കൻ വെച്ച് തുടങ്ങണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലിട്ടിട്ടുണ്ട്. അതിലേക്കുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തി ചതക്കുക. അയ്യോ 2 ഇഞ്ചി ചതഞ്ഞിട്ടില്ല, കൈ പൊടിയെടുക്കും. ഒന്നും കൂടി കുത്തട്ടെ കേട്ടോ. ഓക്കെ സെറ്റ്. അത് പുള്ളിതിരിക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ ഇരിക്കട്ടാ. ഇത് നന്നായി ഇറക്കണം, കരിയാണ്ട് ഒന്ന് ഇറക്കണം. ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ സവോളയും പച്ചമുളകും ഇടുള്ളത്. ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇടാൻ മുളക് ഇതാട്ടോ. സവോളയും നമ്മുടെ പച്ചമുളകും. ഞാനുണ്ടല്ലോ നമ്മൾ ഓൾറെഡി നമ്മുടെ മറ്റേലില്ലേ പരത്തി വെച്ചാൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കുറച്ച് ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സവോള വാടാൾക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വീണ്ടും നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ സവോള നല്ല വഴറ്റി ഇങ്ങനെ കളറ് മാറില്ലേ, ആ കളറ് മാറുന്ന വരെ വഴറ്റി കൊടുക്കും. അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ തക്കാളി ഇല്ലേ, തക്കാളി അരച്ച് ഒഴിച്ച് കൊടുക്കുക. ചില ദിവസങ്ങളിൽ ഞാൻ സവോളയും പച്ചമുളകും ലാസ്റ്റ് ഇടാറ്, തക്കാളി മുന്നിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കൂടെ. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ കാണിക്കണം വിചാരിച്ചതായിരുന്നു, പക്ഷെ വിട്ടുപോയി. ഇനി അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ഞാൻ തക്കാളിയുടെ മൊത്തം 4 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 1 2 3
അപ്പോൾ ഇതിനൊന്ന് അടിച്ചെടുക്കട്ടെ. ഇതാട്ടാ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ അതേ കുറച്ച് കറിവേപ്പില കേട്ടോ. കറിവേപ്പില ഇപ്പോൾ ഞാൻ കുറച്ച് കൂടുതലിടും. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഇടും കേട്ടോ കുറച്ചും കൂടി. അതിലേക്ക് ഞാനിത് നമ്മുടെ ടൊമാറ്റോ അടിച്ചിട്ട് ഒഴിക്കാൻ പോവാട്ടാ. ഇത് ഒഴിച്ച എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അടി പിടിക്കില്ല, കരിയില്ല കേട്ടോ കുറച്ച് നേരത്തേക്ക്. അതുകൊണ്ട് ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. കണ്ട ടൊമാറ്റോ അഴിച്ച് ഏകദേശം ഈ ഒരു രൂപാട്ടോ വരിക. ഇങ്ങനെ കുറുകുറുന്നനായിട്ട് വരും. ഇനി പച്ചച്ചോയ നന്നായിട്ട് വിടണം കേട്ടോ തക്കാളിയുടെ. എന്നിട്ട് ഞാൻ പൊടികൾ ഇടാറുള്ളൂ, അല്ലെങ്കിൽ ഒരു വേറെ ടേസ്റ്റിലേക്ക് പോകും. അതുകൊണ്ട് നല്ല രീതിക്ക് തക്കാളിയുടെ പച്ചച്ചോയ വിടുന്ന വരെ ഞാനിങ്ങനെ വയറ്റി ഇങ്ങനെ നിൽക്കുക. പിന്നെ എനിക്കിങ്ങനെ വയറ്റാനും ഭയങ്കര ഇഷ്ടമായിട്ടോ. എത്രത്തോളം വയറ്റണോ അത്രത്തോളം ഞാൻ വയറ്റാറുണ്ട്. പിന്നെ ഉണക്കമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുള്ളനും ഉണ്ടായിരുന്നു, മാന്തളും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മറക്കാമെന്ന് വിചാരിച്ചിട്ട് തേജുവിനും എല്ലാവർക്കും മുള്ളൻ അല്ല മാന്തൾ എടുക്കുന്നുണ്ട്. പിന്നെ തേജുവിനും മുള്ളൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒരു 3-4 മുള്ളൻ എക്സ്ട്രാ എനിക്ക് മിനിഷാട്ടിനുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും എളുപ്പം ഉണ്ടല്ലോ ഉണക്ക മാന്തൽ നന്നാക്കാനായിട്ട്. എപ്പോഴും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എളുപ്പം തോന്നാറ്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഉണക്ക മാന്തൽ നന്നാക്കിയേ. അത് കഴിഞ്ഞിട്ട് ഞാൻ മുള്ളന്റെ ഇതൊന്ന് ക്ലീൻ ആക്കട്ടെ ചെയ്ത്. വീരപ്പം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാത്രം കഴുകുന്ന വീരപ്പം. നോക്ക്, ഐസ്ക്രീം ഇരുന്ന് കഴിക്കുക കേട്ടോ. ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ഒരു സമയം കഴിഞ്ഞ് എന്നെ പുറത്തേക്ക് കണ്ടില്ലെങ്കിൽ തേജു വന്നതുപോലെ എത്തിച്ചു നോക്കട്ടെ. അവനറിയാൻ കാര്യമായിട്ട് എന്തോ വെച്ചോണ്ടിരിക്കുകയെന്ന്. അപ്പം അമ്മ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നും അരിയാനോ നുറുക്കാനോ ഒന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് ഇതുപോലെ കൊട്ടത്തളത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇത് 2 പാത്രം കഴുകിയ പാത്രം അത് കഴുകിയ അവന് സമാധാനമാണ് കേട്ടോ. അങ്ങനെ അതേ തക്കാളിയുടെ പച്ചച്ചൊക്കെ വിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാനതേ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 2-2.25 സ്പൂണോളം ഇടുന്നുണ്ട് കേട്ടോ ഏകദേശം. പിന്നെ മല്ലിപ്പൊടി ഒരു 1.25 സ്പൂൺ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിനതെല്ലാം ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ മസാലയുടെ പൊടി 1 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. അതിനതൊക്കെ ഇട്ടിട്ട് വീണ്ടും പൊടികളുടെ പച്ചച്ചോയ വിടുന്ന വരെ ഞാൻ വഴറ്റാറുണ്ട്. അതും നന്നായിട്ട് ഇങ്ങനെ കുറുകുറുന്നനാക്കിയിട്ട് വഴറ്റിയെടുക്കും. പിന്നെ നമ്മുടെ ഉണക്കൽ വറക്കാണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് പരട്ടി വയ്ക്കും. ഉപ്പിടണ്ട കേട്ടോ, കാരണം ഉണക്കമീനല്ല, അതിൽ ഓൾറെഡി ഉപ്പുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയണ്ടാവും കേട്ടോ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി പരട്ടി വെക്കും. എന്നിട്ട് കഴിക്കാറാവുമ്പോഴേക്കേ വറക്കുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ചൂട് കൊടുക്കാനേ. എനിക്ക് ഈ ഉണക്കൽ എന്നല്ല എന്ത് സാധനം ആയാലും തണുത്ത് കഴിക്കണേക്കാൻ ടേസ്റ്റ് ആ ചൂട് കൊടുക്കാനെ നല്ലതായി മുരിഞ്ഞ് അങ്ങനെ കഴിക്കാനില്ല. അതുകൊണ്ട് ഞാൻ ഒക്കെ പരട്ടി വെച്ചിട്ട് കഴിക്കാറാവുമ്പോഴാട്ടോ എല്ലാം വറുത്തേക്കണത്. അങ്ങനെ ചിക്കൻ കറിക്കുള്ള ആ ഗ്രേവിക്ക് ഉള്ളത് നമ്മുടെ പൊടികളുടെ പച്ചച്ചോയൊക്കെ ഒന്ന് വിട്ടു. നല്ലൊരു ടേസ്റ്റ് വന്നതിന് ശേഷം ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയ ഗ്രേവി. അതിന് ശേഷമാണ് നമ്മൾ പരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് ഇടാട്ടോ. ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കും. ആ മസാല മൊത്തം ചിക്കനിൽ ഇങ്ങനെ പരട്ടി സെറ്റാക്കി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം കേട്ടോ, അതായത് ആ ഒരു പാത്രം പരട്ടി വെച്ചിട്ടില്ലേ, അതിൽ ജസ്റ്റ് ആ പാത്രം ഒന്ന് കഴുകണ പോലത്തെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാട്ടോ ചെയ്യുക. അങ്ങനെ വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആവിയിൽ വേവിക്കും. ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇങ്ങനെ കുറേ നേരത്തേക്ക് അതിങ്ങനെ ആവിയിൽ ഇങ്ങനെ വേവിച്ച് കൊണ്ടുവരിക ചെയ്യുക. ഇങ്ങനെ എത്ര വെള്ളം ഒഴിക്കുള്ളൂ എന്താ ആ ചിക്കൻ കഴുകിയ വെള്ളം. എന്നിട്ടിതേ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. തുടക്കട്ടെ, ഗ്രേവിയൊക്കെ കൈ പിടിക്കട്ടെ. ഇനി ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ കൈ കൊള്ളണം. 1 മിനിറ്റ് കേട്ടോ. ഇതിനി നമ്മൾ ലോ ഫ്ലെയിമിലിടും. എന്നിട്ട് അടച്ചേക്കും കേട്ടോ. ഇനി ഇതിൽ വെള്ളം ഊറി തന്നെ വരും. അടച്ചിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. ഇനി തന്നെ ഇതിൽ വെള്ളം ഇങ്ങനെ ഊറി വരിക ചെയ്യാട്ടാ. ഇനി ഇതിൽ വെള്ളം ഒഴിക്കില്ലേ, നോക്കിക്കോട്ടെ. അപ്പം ഇത്ര വെള്ളമല്ലേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ വെള്ളം കുറേ ആയിട്ടുണ്ടാവും. നമ്മൾ വെള്ളം ഒഴിക്കില്ല, തന്നെ വെള്ളം ഊറി വരും. കഴിഞ്ഞോ പാത്രം കഴുകൽ? ഒരു പാത്രം തന്നെ ഒരു 4 മണിക്കൂർ ഇരുന്ന് തേക്കുന്നുണ്ട്. എന്ത് കഴുകലോ അത്. മീനിനെ ഞാൻ കഴിക്കാൻ നേരത്തേക്കാ വറക്കുള്ളൂ കേട്ടോ. അപ്പം ഞാനും തേജും പോവാണ് അല്ലേ, നമ്മൾ തീരണ പോവില്ലേ. ഒന്ന് ഇവിടെ വയ്ക്കാം. അവിടെ എല്ലാം മണ്ടാക്കാം. ആ പൈപ്പ് ഇടയ്ക്ക് വെള്ളം പോണു. കാത്തെടുക്കുക, ഞങ്ങൾ പോവാ പറയും. ഇനി അപ്പം അത് ഏകദേശം നമ്മുടെ വെള്ളം സെറ്റായിട്ടുണ്ട്.
ഇനിയും കുറേ നേരം മൂടി വെച്ചാൽ ഇതിലിങ്ങനെ വെള്ളം ഇനി ഉറങ്ങി വരും. ഞാൻ അത്യാവശ്യം കുറേ നേരം വെക്കാറുണ്ട് കേട്ടോ. ഇതാട്ടാ, ഇനി മൂടി വെക്കാം. നല്ലൊരു അരമണിക്കൂറോളം ഇത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് വന്നിങ്ങനെ ഇളക്കി കൊടുക്കും, വീണ്ടും മൂടി വെക്കും, അങ്ങനെയായിട്ട് ചെയ്യാറ്. അങ്ങനെ ഇതേ ഇത്രത്തോളം വെള്ളം ഊർന്ന് വന്നിട്ടായിട്ടുണ്ട്. ഇതിലിനി ഞാൻ കണ്ടുപോലെ നിങ്ങളുടെ ശകലം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷെ അതിങ്ങനെ മൂടി വെച്ച് അവിയിലാക്കിയിട്ട് വരികയായിട്ട് ചെയ്യാം. ഈ ഒരു ട്രിക്ക് ഞാനൊക്കെ ആദ്യം ഞാൻ പറഞ്ഞിട്ടല്ലോ, ചിക്കൻ വെക്കുന്നത് ഞാൻ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു കുടം വെള്ളം ഒഴിക്കും, എന്നിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കുക ചെയ്യാറ്. പാറുവിൻ്റെന്നാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു റെസിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് എല്ലാം സെറ്റായതിന് ശേഷം കുറച്ച് നോർമൽ പച്ചവെളിച്ചെണ്ണ മുകളിൽ കൂടെ അങ്ങനെ തൂവി കൊടുക്കും. പിന്നെ കറിവേപ്പില പൊട്ടിച്ച് അത് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഒന്ന് വിനാഗിരി കഴിഞ്ഞു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വിനാഗിരി ഒഴിക്കാറുണ്ട്. പിന്നെ നേരത്തെ ഞാൻ കുടം വെള്ളം എന്ന് പറഞ്ഞത് ഒരു ആവേശത്തിൽ പറഞ്ഞതാട്ടോ. ചിലപ്പോൾ ഒരു 1.5 കപ്പ് 2 കപ്പോളം വെള്ളം എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതൊരു ആവേശത്തിൽ പറഞ്ഞു പോയില്ല, അങ്ങനെ പറഞ്ഞു പോയതാണ്. പിന്നെ അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ടപ്പോൾ അതേ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ഗ്രേവിയിൽ കഴിക്കാനാട്ടോ ഞങ്ങൾക്ക് ചിക്കൻ കറി ഇഷ്ടം, ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ ഇതേ മീനും വറുക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഉണക്കമാന്തലാട്ടോ വറുത്തെടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുള്ളനും വറുക്കത്തൂട്ടാ. എല്ലാം കഴിഞ്ഞ് സ്മെല്ല് വന്നു തുടങ്ങിയപ്പോൾ തന്നെ ആർക്കും വലിയ ക്ഷമ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എന്തോ വിൻഷായിട്ട് അതൊരു പടം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ത്രില്ലിലാണ് ഇരിക്കണത്. പിന്നെ അപ്പൊ ചോറിനായിരിക്കട്ടെ. അപ്പൊ തേജുവിന് നല്ല മെസ്കുണ്ട്. ഈ ചിക്കൻ്റെ മണം അടിച്ചിട്ട് ചോറുതാ പറഞ്ഞിട്ട് തൊയിരം തരണില്ല കേട്ടോ. അപ്പൊ ഞാൻ തേജുവിനുള്ള ചോറും കുറച്ച് മീനൊക്കെ എടുത്തിട്ട് അവന് ഇതേ വാരി കൊടുക്കുകയാണ്. വിൻഷായിട്ടുണ്ടല്ലോ മറ്റേ നമ്മുടെ മീൻ വറുത്ത ചട്ടിയിൽ ചോറിട്ടിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എന്തൊരു ഫിലിം വെച്ചിട്ടുണ്ട്, കാര്യമായിട്ടൊരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ കിച്ചണിലായതുകൊണ്ട് ഞാനൊക്കെ ഏതാ പടം എവിടുന്ന ഒരു A to Z ഒരു കാര്യം ഇതിൻ്റെ അറിയില്ല. പടത്തിൻ്റെ പകുതിക്കുന്ന എവിടെ നോക്കിയോ കണ്ടിട്ട് ഞാനും ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തേജുവിന് നല്ല വിശപ്പുള്ളതുകൊണ്ട് അവൻ ചോറുണ്ടിട്ടുണ്ട്. പിന്നെ ചില നേരത്തെ ഉണ്ടല്ലോ എന്തെങ്കിലും കാര്യമായിട്ട് വെച്ചുണ്ടാക്കിയാൽ എനിക്ക് കഴിക്കാൻ തോന്നില്ലേ, ഞാൻ വെച്ചതിക്ക് കഴിക്കാൻ തോന്നില്ല, വയറ് നിറഞ്ഞ പോലെയാണ് തോന്നാറ്. അതെന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടേസ്റ്റ് നോക്കില്ലേ, എനിക്ക് അങ്ങനെയായിട്ട് ഉപ്പും പുളിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ സാധനം കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോവും. പിന്നെ വിൻഷാട്ടിനും അതേതാ ചട്ടി തുടച്ച് കഴിക്കണ കാരണം വിൻഷാട്ടിൻ്റെ വയറും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തേജുവിന് കൊടുത്തതിൻ്റെ ബാക്കി ഞാൻ കുറച്ച് കഴിച്ചു കൂട്ടാം. തേജു വയറ് നിറഞ്ഞു കുമ്പ വീർത്തു എന്ന് പറഞ്ഞിട്ട് പൊക്കി കാണിച്ചു തരികയാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോണ്ടല്ലോ ശരിക്കും നേരം പോലെ ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ 3 മണി 3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ചത്തെ ഫുഡ് അടി കഴിഞ്ഞാണ്ടല്ലോ ഉച്ചയ്ക്ക് എന്നൊരു ഉച്ചമയക്കുണ്ട്. ഉച്ചമയക്കെന്ന് പറയല്ലേ ഇങ്ങനെ കിടന്ന് തല്ലൂടലാട്ടോ പണി കട്ടിലുമേ. അവസാനം ഞാനും വിൻഷേട്ടനും തേജും കൂടി പൊരിഞ്ഞടിയാവും കേട്ടോ. ഗുസ്തി കൂടുതലായിരിക്കും ഉണ്ടായിരിക്കുക. തുടക്കം തേജു ഓടിയോ തേജു ഫുഡ് ഇപ്പൊ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഛർദിക്കുള്ളൂ. എന്റെ കുട്ടി കുട്ടിയുടെ ബോധം പോയി. എന്റെ കുട്ടിയുടെ ബോധം പോയില്ലോ. ബോധം പോയിട്ടാ കിടക്കണ്. നോക്കട്ടെ തേജു. അവിടെ പിടിച്ചിട്ട് രക്ഷപ്പെട്ടോ വിക്കറപ്പാ. അങ്ങനെ കുറെ നേരത്തെ കുസ്തിക്ക് ശേഷമായിട്ട് തേജു പിന്നെ കളർ ചെയ്യാനും വരയ്ക്കാനും ഒക്കെ ഇരുന്നു. അപ്പൊ തേജു കുറെ വരച്ചിട്ടുണ്ട് കേട്ടോ. അതിരുന്ന് കാണിച്ചു തരാട്ടേക്ക്. കുട്ടീനെ കൃതി കേട്ടണോ? ഡ്രീം കാർ ഇത് കേട്ട് പിക്ചർ കേട്ട് വരച്ചത് കേട്ട് ഞാൻ കൊറേ വരച്ചിട്ടുണ്ട്. ഇത് വരച്ചു, ഇത് വരച്ചു, ഇത് കേക്ക് വരച്ചു, റൗണ്ട് ഇവിടത്തെ റഫ് ബുക്കല്ലേ വീട്ടിലത്തെ. ഇത് ഞാൻ വരച്ചു. ഇതൊക്കെ പഠിച്ചിട്ടോ. ഇവിടെ അല്ല, അപ്പുറത്തന്നെ എല്ലാം അപ്പുറത്താ. ഇത് ഞാൻ വരച്ചതാ. ഇത് തെച്ചപ്പോ തായിടാ റൗണ്ട് ശരിയാവും. ഇത് ഞാൻ വരച്ചു കഴിഞ്ഞല്ലോ. വേറെ ബുക്കിലല്ലേ ഈ ബുക്കിൽ വരച്ചേക്കണു.
കഴിഞ്ഞടാ ഇതുണ്ട് ഞാൻ താറ് വാങ്ങിച്ചില്ലേ എന്താ ഇത് ഇത് വാങ്ങിച്ചില്ല ഇത് വെച്ച പാമ്പ് പാമ്പ് സാധനം പുഴു പുയു കളർ ചെയ്ത് നാശാക്കി കുറച്ച് വൃത്തിയിൽ വരച്ചതാണെന്നേ. ഇനി വേറെ വരയ്ക്ക് കാണിച്ചു കൊടുക്കാം. വേറെ കൂടി ഇങ്ങോട്ടല്ല ഇങ്ങോട്ട് ഞാൻ കൊറേ വെച്ചതാണ്. ഇത് ഈ ആപ്പിളാ വെച്ചതാ. അടുത്ത 2 വീടിനെ വെച്ചിട്ടുണ്ടായിരുന്നു. 2 വീട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചതാട്ടോ. മിസ്സുണ്ടോ? ഇത് സാമിനെ വെച്ചോ ഇങ്ങനെ. ഏത് സാമിനെ ഈ സൈഡ് സാമിനെ വെച്ചോ ഇങ്ങനെ. ഇത് ഏത് സാമിയാ? അറിയില്ല അറിയില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചതാ. അത് ഇവിടെ ഇല്ലേ? ഇവിടേക്കില്ല. ഇതില് ഇത് ഞാൻ വെച്ചത് തെച്ചപ്പോ ഇതാ തെച്ചപ്പത്. ഇത് തത്ത ഇത് ആടോ? ആടനെ തെച്ചു പോയി. ഇത്ര ഓട്ടിട്ടുള്ളാര് ഇവിടെ വേറെ വരയ്ക്കിനി. എന്ത് ചെയ്യാത്ത അങ്ങോട്ട് വരയ്ക്കാൻ കിട്ടുക. വരച്ചില്ല ഒരെണ്ണം. താറടിപൊളിയായിട്ടോ. താറ് കാണുമ്പോ വേറെ എന്താ പോ ആംബ്ലിസ് ആയിട്ട്. അത് ആംബ്ലിസ് ആയ അമ്മ താറ് പോലെ തോന്നണില്ല. നീളണ്ട് നല്ല നീള. ശരിയാക്കി വരച്ചു നോക്ക്. നല്ല പഴയത് കുറച്ച് ഓഫായി പോട്. പിന്നെ അങ്ങനെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ വിൻഷാട്ടിന്റെ കൂടെ വാശി പിടിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോവാട്ടോ. അപ്പൊ വിൻഷാട്ട് അവനെയും കൂട്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് പോയി. പിന്നെ ഞാൻ എന്റേതായ പണികളും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഫുള്ളായിട്ട് നല്ലൊരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല. ആ കുക്കിംഗ് എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ നല്ല മടിയായിട്ടോ. അതിനകത്ത് തേജും വിൻഷാട്ടിനും കൂടി പോയി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.